നമസ്കാരം. വളരെ കൗതുകമുള്ള ഒരു സർവേയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ഇടം പിടിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്നതിനെക്കുറിച്ചാണ് ഒരു സർവേ നടന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യത്തിനോട് നിരവധി ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ആ സർവേയിലൂടെ കണ്ടെത്തിയത് പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിമാരിൽ 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനാണ്. 51.3% ആളുകളാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണ് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കെല്ലാം ഒരു കൗതുകം ഉണ്ടാവും. യോഗി ആദിത്യനാഥിന് 2ാം സ്ഥാനമാണെങ്കിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരായിരിക്കുമെന്ന്. ഇത് BJPയുടെ മുഖ്യമന്ത്രിയോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയോ അല്ല എന്നതാണ് ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം. സ്വാഭാവികമായും ആദ്യം നമ്മുടെ പേരുകൾ ഒരു ഗസ്റ്റിലേക്ക് പോകുന്നത് DMKയോ അല്ലെങ്കിൽ CPMO ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിരിക്കാം. പക്ഷേ അതുമല്ല, മറിച്ച് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനാണ് പട്ടികയിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. 52.7% ആളുകളാണ് നവീൻ പട്നായിക്കാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിന് സർവേയുടെ പോലും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന നേതാക്കളിൽ ഒരാളാണ് നവീൻ പട്നായിക്. 2000 മുതൽ ഇന്ന് വരേക്കും ഒഡീഷയുടെ ഭരണസാരഥ്യം വഹിക്കുന്നത് അദ്ദേഹമാണ്. 77 വയസ്സുണ്ട് നവീൻ പട്നായിക്കിന്. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. കണ്ണിലെ കൃഷ്ണമണി എന്നോണം സ്വന്തം സംസ്ഥാനത്തെ പരിപാലിച്ചു പോരുന്ന നവീൻ പട്നായിക് കഴിഞ്ഞ ഇടയ്ക്ക് മാത്രമാണ് പാണ്ഡ്യനാണ് തന്റെ പിൻഗാമി എന്ന നിലയ്ക്ക് ഒരു പ്രതികരണം നടത്തിയത്. അദ്ദേഹം വിവാഹിതനല്ല, അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ പിന്തുണച്ചക്കാരൻ ഉണ്ടാവാനും പോകുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഏറ്റവും അധികം അഴിമതി കുറഞ്ഞ, അല്ലെങ്കിൽ അഴിമതി ഇതുവരെയും വലിയ ആരോപണങ്ങളിലൊന്നും പെടാത്ത വലിയ പേരുള്ള സൽപ്പേര് സമ്പാദിച്ച നവീൻ പട്നായിക്കിന് തന്നെ ഈ പട്ടികയിൽ 1ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത്. 3ാം സ്ഥാനത്തുള്ളത് BJPയുടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണ്. 4ാം സ്ഥാനത്താവട്ടെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ആണ് ഉള്ളത്. BJPയുടെ മുഖ്യമന്ത്രിമാർ തന്നെയാണ് കൂടുതലും പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പക്ഷേ 1ാം സ്ഥാനം കൊണ്ടുപോയിരിക്കുന്നത് ഒഡീഷയാണ്, BJD ആണ്, നവീൻ പട്നായിക് ആണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.